കുറച്ച് വർഷമായിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലോത്സവ വേദികളിൽ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് കോഴ വിവാദം. അത് ജഡ്ജസ് പൈസ മേടിച്ച് ജഡ്ജ്മെൻറ്റ് നിശ്ചയിക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ സ്ഥിരം നടന്നു വരുന്നത്. ഇപ്പം ഈ വർഷം ഒരു 10ഓളം ജില്ലകളിൽ നിന്ന് ജഡ്ജ്മെൻറ്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു ജഡ്ജസാണ് ഞാൻ ഇരിക്കുന്ന ഐറ്റങ്ങളെന്ന് പറയുന്നത് മിമിക്രി, മോണോ ആക്ട്, ഗ്രൂപ്പ് ഡാൻസ്, ഫോക്ക്, ഈ 4 ഇനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എനിക്ക് 7ഓളം ജില്ലകളിൽ നിന്ന് ജഡ്ജ്മെൻറ്റ് വന്നു. ഇതിനകത്ത് പലതിനും ഓഫറുകളുണ്ടായിരുന്നു. ലക്ഷങ്ങളാണ് അവർ ഓഫർ ചെയ്യുന്നത്. ജില്ലാ ജഡ്ജ്മെൻറ്റ് വരെയാണ് ഞാൻ ചെയ്തു വരുന്നത്. ഒരു 5 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ളതാണ്. അപ്പം കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ വർഷം നടക്കാനിരിക്കുന്ന വിധി ഞാൻ മുന്നേ കൂട്ടി നിർണ്ണയിച്ചിട്ട്, തിരുവനന്തപുരം റവന്യൂ കലോത്സവത്തിൻ്റെ വിധി മുന്നേ കൂട്ടി നിർണ്ണയിച്ചിട്ടും അവിടെ ഇരിക്കാൻ പോകുന്ന ജഡ്ജസിനെ കുറിച്ച് വരെയുള്ള അനൗൺസ്മെൻറ്റ് ഞാൻ മുന്നേ കൂട്ടി പറഞ്ഞതായിരുന്നു. പക്ഷേ അതും DD ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ അത് നോട്ട് ചെയ്തിട്ട് അതിന് പരിഹാരമൊന്നും ഉണ്ടാക്കില്ല. സെയിം അതേ പ്രവചനം തന്നെയായിരുന്നു ജഡ്ജ്മെൻറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും മത്സരങ്ങൾ കഴിഞ്ഞിട്ടും തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് വളരെ താഴ്ന്ന സ്കോറിങ്ങിലാണ് ഇപ്പോൾ പോകുന്നത്. സാധാരണ ഒരു 5th പൊസിഷൻ്റെ അകത്തൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു ജില്ലയായിരുന്നു തിരുവനന്തപുരം ജില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ റവന്യൂ കലോത്സവത്തിൽ ജഡ്ജ്മെൻറ്റ് അത്രയ്ക്കും മോശപ്പെട്ട രീതിയിലുള്ള ജഡ്ജ്മെൻറ്റ് ആയത് കാരണം തന്നെയാണ് സ്റ്റേറ്റിൽ ഒരുപാട് കുട്ടികൾക്ക് അപ്പീൽ വാങ്ങിച്ച് വരേണ്ടി വന്നതും ലാസ്റ്റ് സമയം വരെയും കുട്ടികൾക്ക് അപ്പീൽ കിട്ടാതെ വരികയും അവസാനം അവർ അത്രയ്ക്കും സ്ട്രെങ്ത് എടുത്ത് മെനങ്ങിയെന്നാണ് പല കുട്ടികൾക്കും പല ഐറ്റംസിനും അപ്പീൽ കിട്ടി അവർ സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്. അതുപോലെ മോഹിനിയാട്ടം മുതലായിരുന്നു പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. മോഹിനിയാട്ട വേദിയിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പ്രതീക്ഷ അർപ്പിച്ച കുട്ടികൾക്കൊന്നും കിട്ടിയിട്ടില്ല. ഒരു മാഷിൻ്റെ തന്നെ 6-7 കുട്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളൊക്കെ എല്ലാ ലാസ്റ്റ് സ്ഥാനത്തേക്ക് ഇടുന്ന ഒരു അവസ്ഥയൊക്കെയാണ് ഇവിടെ മോഹിനിയാട്ട വേദിയിലുണ്ടായിരുന്നത്. ഭരതനാട്യം എന്ന് പറയുന്ന ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനം മാത്രമാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതിൽ കുറച്ച് നീറ്റായിട്ട് തോന്നിയിട്ടുള്ളൊരു പ്രോഗ്രാം. അതുപോലെ നമ്മുടെ കേരള നടനം പ്രതീക്ഷിച്ച പോലുള്ളൊരു നിലവാരമല്ലായിരുന്നു കേരള നടനം. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ കുച്ചിപ്പുടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കേട്ടറിഞ്ഞു. എന്നാലും പ്രതീക്ഷ ഉണ്ടായിരുന്ന ചില ഐറ്റംസിനൊന്നും പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫോക്കിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വന്നേക്കുന്നത്. ഒരുപാട് അപ്പീലുകളാണ് ഏറ്റവും കൂടുതൽ. അപ്പീലുകളെല്ലാം ഡയറക്റ്റ് എൻട്രി കിട്ടേണ്ട കുട്ടികളാണ് എല്ലാ അപ്പീലുകളും. അതേസമയം ഡയറക്റ്റ് എൻട്രി കിട്ടിയിരിക്കുന്ന കുട്ടികളൊന്നും അർഹതയില്ലാത്ത കുട്ടികളുമാണ്. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അർഹതയില്ലാത്ത കുട്ടികളാണ്. പിന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ട് ഇതൊരു വിഷയമാക്കാൻ ഒരു താല്പര്യമില്ല. കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ രക്ഷകർത്താക്കളായാലും ആ ഒരു രീതിയിലും മാത്രമാണ് ഈ പ്രോഗ്രാമിനെ അവർ വീക്ഷിക്കുന്നത്. കലാപരിപാടി ഒരു വർഷത്തിൽ വരുന്ന യുവജനോത്സവം എന്ന് പറയുന്നത് അവർ നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ കാര്യം മാത്രം പ്രതീക്ഷിച്ചിട്ട് അവർ വന്നേക്കുന്നത്. ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇല്ലാന്നുണ്ടെങ്കിൽ 75% കുട്ടികൾ പ്രോഗ്രാമിൽ പെർഫോം ചെയ്യത്തില്ല. ഇതുപോലുള്ള വിഷയങ്ങളും വരത്തില്ല. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് സ്റ്റേറ്റ് വന്നൊരു പ്രൈസ് മേടിക്കണമെന്ന് പറഞ്ഞ് ഇത്രയും ലക്ഷങ്ങളും ഒക്കെ മുടക്കിയിട്ട് രക്ഷകർത്താക്കളും ഈ പറഞ്ഞ മാഷുമാരും കുട്ടികളും ഒക്കെ സ്ട്രെങ്ത് എടുത്ത് വരുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരായി വരുന്നത് ഈ കലോത്സവ വേദികളിലെല്ലാം മാഷുമാരെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രതീക്ഷ ഉണ്ടാവും ഒരു കുട്ടി എത്രത്തോളം പെർഫോംഡ് ആണെന്നുള്ളത്. മാഷുമാർക്ക് പരസ്പരം കോണ്ടാക്റ്റിംഗ് ഉണ്ടാവും എല്ലാ മാഷുമാരുമായിട്ടും. അപ്പോൾ ഓരോ മാഷുമാർക്കും എത്ര കുട്ടികളുണ്ടെന്നുള്ളത് അവർ കാണുന്നു. ഓരോ കുട്ടികളും ഇവർ ഓൾറെഡി ഈ പറഞ്ഞ ജില്ലകളിൽ മുഴുവനായിട്ട് കണ്ടിട്ടാണ് ഈ സ്റ്റേറ്റിലോട്ട് വരുന്നത്. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷയിലപ്പുറം പോകുമ്പോഴത്തേക്കും അവിടെയും പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം ഇരിക്കുന്ന ഫോക്ക് ജഡ്ജ്മെൻറ്റ് കുറച്ച് നീറ്റ് ജഡ്ജ്മെൻ്റ് ആണെന്നാണ് പ്രതീക്ഷ. എന്താണെന്നുള്ളത് വിധി വന്നതിന് ശേഷം അറിയാം. ഏകദേശം ഒരു 7 ജില്ലകളിൽ നിന്ന് വന്ന ജഡ്ജ്മെൻറ്റിൽ ഒരു 5.5-6 ലക്ഷം രൂപയോളം ഓഫർ ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാം സ്വാഭാവികമായിട്ടും ഏതൊക്കെ കുട്ടികളാണ് പെർഫോമൻസ് ലെവല് കാഴ്ചവെക്കുന്ന കുട്ടികൾ എന്നുള്ളത്. ഹൈ ലെവല്, ലോ ലെവലൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവർ പറയുന്നതും അത്രയും നിലവാരമില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ റിക്വസ്റ്റ് ഞങ്ങളുടെ അടുത്ത് ചെയ്യുന്നത്. മറ്റേതാണെങ്കിൽ എന്തെങ്കിലും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് ഇരിക്കാം നമുക്ക് സ്വാഭാവികമായിട്ട്. കാരണം എല്ലാവരും ഈ ഇൻഡസ്ട്രിയിൽ പരിചയക്കാർ തന്നെയാണ്. നമ്മളിപ്പോൾ ഒരാളിന് പ്രൈസ് കൊടുത്താലും ആ മാഷിൻ്റെ മുഖം നോക്കി കൊടുത്തു എന്ന് തന്നെയായിരിക്കും മറ്റുള്ള മാഷിമാർ പറയുന്നത്. കാരണം ജഡ്ജസ് ആയിട്ടിരിക്കുന്നവരും എല്ലാ ആൾക്കാരും മാഷിമാരും ഒക്കെ പരിചയക്കാരാണ് സ്വാഭാവികമായിട്ടും. ഒരാൾക്ക് പ്രൈസ് കിട്ടുമ്പോൾ അവർ അങ്ങനെ തന്നെ പറയുള്ളൂ. പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു വിധി നിർണ്ണയം ഈ ഒരു 5-6 വർഷമായിട്ട് ഞാൻ 2006 മിമിക്രി വേദിയിൽ ഒരു തലകറങ്ങി വേണ്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എനിക്കറിയാം കുട്ടികളുടെ സ്ട്രെങ്ത് എത്രത്തോളം വരുമെന്നുള്ളത്. സ്കൂളോ സബ് ജില്ല പോലെ അല്ല, ജില്ലയിലും സ്റ്റേറ്റിലും ഒക്കെ ഇതേ ലെവലിൽ തന്നെ ആവർത്തിക്കുന്നു എന്ന് പറയുമ്പം പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് പ്രൈസ് കിട്ടാതെയൊക്കെ വരുമ്പോൾ അത് അത്രത്തോളം കുട്ടികൾക്ക് വിഷമമുള്ള കാര്യം തന്നെയാണ്. കാരണം കഷ്ടപ്പെടുന്നത് കുട്ടികളാണ്. എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ട്. കുട്ടികൾക്കാണ് പ്രതീക്ഷയും എല്ലാം.
അപ്പോൾ അത് കിട്ടാതെ വരുമ്പോഴത്തേക്ക് അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നതിൽ അപ്പുറം, കാരണം നമ്മുടെ ഒരു വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ഇതാണ്, ഈ ഒരു യുവജനോത്സവം ഇതൊക്കെയാണ്. ഇപ്പോഴാണ് നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രൊഫഷണൽ വഴി തിരിഞ്ഞപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിച്ച് നമുക്ക് ചിലപ്പോൾ സന്തോഷവും ഒക്കെ വരാറുണ്ട് സാധാരണ. പക്ഷേ ഇപ്പോഴുള്ള കുട്ടികളുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് തന്നെ ഇതാണ്. അപ്പോൾ അവരിതിനൊരു എയിം കൊടുത്തിട്ട് വന്നേക്കുന്നത്. അപ്പോൾ പല കുട്ടികൾക്കും എന്താ പറയുക, ഇതൊന്നും കിട്ടാതെ വരുമ്പോഴത്തേക്ക് ആത്മഹത്യ വരെ ചെയ്തു പോകണമെന്ന് തോന്നുന്ന കുട്ടികൾ വരെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊക്കെ പല കുട്ടികളെ എനിക്ക് അറിവുള്ള ഒരു കാര്യമാണത്. ശരിക്കും എനിക്ക് പറ്റില്ല, ഇനി എനിക്ക് വേണ്ട, സ്കൂളിൽ പോകാൻ പറ്റില്ല, നാണം കെട്ടു, ഞാനിനി അവിടെ നിന്ന് ഞാൻ അപ്പീൽ മേടിച്ചല്ലേ വന്നത്, അവിടെ നിന്ന് ഞാൻ തോറ്റ് പരാജയപ്പെട്ടു, നാണം കെട്ടു, എനിക്ക് എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പല കുട്ടികളും ഞാനിനി ഇല്ല, പഠിത്തം നിർത്തി, ഡാൻസ് ഉപേക്ഷിച്ചു, ഇങ്ങനെയൊക്കെ പറയുന്ന പല കുട്ടികളും ഉണ്ട് ഇഷ്ടം പോലെ.